കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാരുടെ സമരം ഏതാണ്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു മാസത്തിനിടക്ക് നമ്മുടെ ഭരിക്കുന്ന LDFിൻ്റെ ഗവൺമെൻറ്, അതായത് പിണറായി സർക്കാരൊന്നും ഒട്ടും അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനമല്ല അവരോട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അനുഭാവപൂർണ്ണമായ സമീപനമല്ല സ്വീകരിച്ചതെന്ന് മാത്രമല്ല, അവരെയൊക്കെ കളിയാക്കുന്ന അങ്ങേയറ്റം മോശമായി സംസാരിക്കുന്ന രീതിയാണ് ഇളമരം കരീമിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഇവരുടെ രീതിയാണ്. കാരണം ഇതിനു മുമ്പ് പെമ്പിളൈ ഒരുമയുടെ സമരം മൂന്നാറിലുണ്ടായപ്പോഴൊക്കെ കുറ്റിക്കാട്ടിനകത്ത് വേറെ പരിപാടിയാണ് എന്നൊക്കെയാണ് നമ്മുടെ MM മണിയാശൻ പറഞ്ഞിട്ടുള്ളത്. ആശാനൊക്കെ ആ പരിപാടികൾ അറിയുള്ളൂ, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഈ സമരത്തിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ തന്നെ തുറന്നു കാണിക്കാത്തൊരു കാര്യം, ഇതിനിടക്ക് ഒരു ഷോയുമായിട്ട് ചെന്നേക്കുന്നത് അടുത്തത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇതിനു മുമ്പ് അവിടെ ചെന്ന് അവർക്ക് കൊട കൊടുത്തിട്ട് പോന്നു. അതിനുശേഷം ഇന്നലെ ചെന്ന് സുരേഷ് ഗോപി JP നഡ്ഡ എന്തോ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതിലൊക്കെ അറിയിച്ചു. ഇതൊക്കെ ശരിക്കും അസംബന്ധമാണ്. രാഷ്ട്രീയമായി വോട്ട് നേടാനുള്ള തന്ത്രം മാത്രമാണ്. ആ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കലാണ്. കാരണം സുരേഷ് ഗോപി പറഞ്ഞേക്കുന്നത് JP നഡ്ഡ ഇൻക്രിമെൻറ്റ് വരുത്താൻ തീരുമാനിച്ചു എന്നുള്ളതിലാണ്. അപ്പോൾ അവർക്കൊരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ആ ഇൻസെൻറ്റീവിൽ ഇൻക്രിമെൻറ്റ് വരുത്താൻ തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ആകെ 2000 രൂപയോളമുള്ളൂ. ആ 2000 രൂപയോളമുള്ള ഇൻസെൻറ്റീവിൽ ഇനി ഇപ്പോൾ ഇൻക്രിമെൻറ്റ് വരുത്തിയാലും എത്ര രൂപ വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് സുരേഷ് ഗോപി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, കേരളത്തിലുള്ള ഈ ആശാ വർക്കർമാരെ അവരുടെ സാധാരണ ഇപ്പോൾ അവരെല്ലാം തന്നെ ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നവരായി പരിഗണിക്കണമെന്നാണ്. ഈ തൊഴിൽ ചെയ്യുന്നവരായി പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള അവകാശങ്ങളൊന്നുമില്ല. ഈ ഇന്ത്യ മുഴുവൻ തന്നെ ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ തൊഴിൽ ചെയ്യുന്നവരായി പരിഗണിക്കണമെങ്കിൽ അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശമില്ല. പകരം സിക്കിം സംസ്ഥാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിവിടെ കേരളത്തിലും കൂടി ചെയ്യൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപി ഒരു നടൻ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഡയലോഗൊക്കെ കേൾക്കാം. അതല്ലല്ലോ. സുരേഷ് ഗോപി BJPയുടെ ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? താങ്കൾക്ക് എന്ത് തേങ്ങയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഇന്ത്യയിലെ തന്നെ എല്ലാ ആശാ വർക്കർമാരെയും തൊഴിലാളികളായി കാണുകയും അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കുകയും ചെയ്യുന്ന പദ്ധതി ആരംഭിക്കാൻ പാടില്ലേ? അതെന്താണ് ചെയ്യാത്തത് സുരേഷ് ഗോപി? അല്ലാതെ ഇവിടെ വന്ന് കേരളത്തിൽ ഇപ്പോൾ 27,000 വരുന്ന ഈ ആശാവർക്കർമാരുടെ കാര്യം മാത്രം നന്നാക്കിയാൽ മതിയോ? അങ്ങനെയല്ലല്ലോ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലക്ക് കണക്കൂട്ടേണ്ടത്. ഞാനിതിൽ പിണറായി വിജയൻ്റെ പക്ഷം പിടിക്കുന്നില്ല. പക്ഷേ ഞാൻ സുരേഷ് ഗോപി കാണിക്കുന്ന ഗിമ്മിക്കും മലയാളികളെ മണ്ടന്മാരാക്കുന്ന ഈ പണിക്കും ഞാൻ കൂട്ടു നിൽക്കുന്നില്ല. അത്രേ ഉള്ളൂ എൻ്റെ നിലപാട്. ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളോട് കാര്യങ്ങൾ നിഷ്പക്ഷമായി പറയാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി സിക്കിം കൊടുക്കുന്നുണ്ട്, ശരിക്കും ഒരുപക്ഷെ കേരളത്തേക്കാൾ കൂടുതൽ പണം എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കേരളം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ് 1000 രൂപ ഉണ്ടായിരുന്നത് 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണാതെ പോകരുത്. ഇത് പിണറായിക്ക് വേണമെങ്കിൽ ശരിയാണ് 20,000 രൂപയോ 21,000 രൂപ ആക്കി കൊടുക്കുന്നതിന് പകരം ഈ സമരം നടത്തുന്ന ആളുകളെ ഒന്ന് വിളിക്കുകയും ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ 7,000 എന്നുള്ളത് ഒരു 2,000 രൂപ കൂടി കൂട്ടിത്തരാമെന്നൊക്കെ പറയുകയും ചെയ്തതിൽ സമരം അവസാനിപ്പിക്കും. പക്ഷേ സമരം അവസാനിക്കാത്തതിൻ്റെ കാരണം SUCA എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സമരത്തിൻ്റെ പുറകിലുള്ളതെന്നും അതുകൊണ്ട് ഈ സമരം വിജയിക്കാതിരിക്കാനുള്ള മാക്സിമം ശ്രമം CITUവും അതുപോലെ CPM ഒക്കെ നടത്തുമെന്നും പിന്നെ CPMൻ്റെ കുറച്ച് ഈഗോയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നുമൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് CPM ഈ പണിയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ആ പണി CPM എടുത്തുകൊണ്ടിരിക്കുമ്പോൾ CPM ഇവരോട് ഒട്ടും അനുഭാവപൂർവ്വമല്ലാതെ സമീപനം എടുക്കുമ്പോൾ ഇവരൊക്കെ മണ്ടന്മാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് സുരേഷ് ഗോപി എടുക്കുന്നത്. സുരേഷ് ഗോപി പറയുന്നത് JP നഡ്ഡയോട് ഞാൻ എൻ്റേതായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് JP നഡ്ഡയെ പ്രധാനമന്ത്രിയെ വിളിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി ഉടനെ തന്നെ JP നഡ്ഡയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ JP നഡ്ഡ മറ്റേ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവിൽ വർധനവ് വരുത്തുമെന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സുരേഷ് ഗോപിക്ക് ചങ്കൂറ്റമുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എത്രയാണെന്ന് പറയാം? അതിൽ എത്ര ശതമാനം വർധനവ് വരുത്തും? 2,000 രൂപ എന്നുള്ളത് കൂടിയത് 2,200 രൂപയാക്കും. അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് വർധനവ് കൊടുത്താനാണ്? ഇനി ഇത് കേരളം പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല സുരേഷ് ഗോപി.
താങ്കൾ രാഷ്ട്രീയം കളിക്കുകയാണ്. താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞ് കൃത്യമായിട്ട് ഈ ഇന്ത്യയിലുള്ള എല്ലാ ആശാ വർക്കർമാരെയും കൃത്യമായി ഒരു തൊഴിലെടുക്കുന്നവരായി പരിഗണിക്കണമെന്ന് പറഞ്ഞ് ആ സ്കീമിൽ മാറ്റം വരുത്താം. അപ്പോൾ അതൊന്നും ചെയ്യാതെ സിക്കിമിലുള്ള ഗവൺമെൻറ് ചെയ്തത് കണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ് പഠിക്കണമെന്ന് പറയുന്നത് താങ്കളുടെ ഇരട്ടത്താപ്പാണ്, താൽക്കാലികമായ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കോപ്പം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ കരുവന്നൂരിലേക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് ജാഥ നടത്തിയല്ലോ. ഓക്കെ, 10 കിലോമീറ്റർ നടന്ന് താങ്കളുടെ കുറച്ച് ആരോഗ്യം നന്നായി, കുറച്ച് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞു എന്നല്ലാതെ കരുവന്നൂരിൽ ഈ പറയുന്ന പറ്റിക്കപ്പെട്ട ആളുകൾക്ക് ഇതുവരെ എന്ത് കിട്ടി? താങ്കൾ ജാഥ നടത്തിയതിന് ശേഷം എന്ത് കിട്ടി? അല്ലെങ്കിൽ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ യാതൊരുവിധ വാർത്തയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലോ ഒന്നും കേൾക്കാനില്ലല്ലോ. ഏതെങ്കിലും പുതിയതായിട്ടുള്ള CPM-ൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തോ? അപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇനി അടുത്തൊരു ഗിമ്മിക്ക് എന്ന് പറയുന്നത്, കേരള ഗവൺമെൻറ്റിന് 630 കോടി രൂപയിലധികം കൊടുക്കാനുണ്ട് എന്നാണ് കേരള ഗവൺമെൻറ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനില്ല, കൊടുക്കാനുള്ളതെല്ലാം കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കൊടുത്തിട്ടുള്ളതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ്. ഇതിൽ കേരള ഗവൺമെൻറ് വ്യക്തത വരുത്താൻ തയ്യാറാകുന്നില്ല. ഇനി വ്യക്തത വരുത്തിയാൽ തന്നെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതിനെ ഏറ്റുപിടിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കറുടെയൊക്കെ ഒരു വീഡിയോ കണ്ടു. ഞാൻ അതാണ് എന്നെ പ്രകോപിപ്പിച്ചത് ഈ വീഡിയോ ചെയ്യാൻ. ശ്രീജിത്ത് പണിക്കർ സുരേഷ് ഗോപി വളരെ മഹാമനസ്കത കാണിച്ചു. സുരേഷ് ഗോപി വളരെ നല്ല രീതിയിൽ ഇടപെട്ടു. എന്നിട്ട് ഈ പറയുന്ന ആശാ വർക്കർമാർക്ക് പരിഹാരം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്കൊക്കെ കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും ആളുകളെ മണ്ടന്മാരാക്കാനുള്ള ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കുന്ന പണിയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് CPM-ൻ്റെ അണികളും അതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നതുകൊണ്ട് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ലെന്ന് കൃത്യമായി ഇവിടെയുള്ള ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇവർ കളിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന പോലെ വെറും ഈ പറയുന്ന മറ്റേ കുമ്മാട്ടിക്കളിയാണ് ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നിങ്ങളവിടെ വെയിലത്ത് തന്നെ നിൽക്കുന്നു. പിന്നെ സുരേഷ് ഗോപി വന്നിട്ട് ആകെ ചെയ്തൊരു കാര്യം ഞാൻ പറയും, അദ്ദേഹം വന്ന് വളരെ മര്യാദക്ക് അവരോട് 4-5 പേർക്ക് കൈ കൊടുത്ത് സംസാരിച്ചു എന്ന് പറയുന്നത് ഒരു മഹാമനസ്കതയാണ്. അതിൻ്റെ ആ കാര്യം പോലും CPM-ഓ അല്ലെങ്കിൽ CPM-ൻ്റെ മന്ത്രിമാരോ ഒന്നും ചെയ്തിട്ടില്ല, ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു അനുഭവപൂർണ്ണമായ സമീപനവും എടുത്തിട്ടില്ല. കേരള ഗവൺമെൻറ്റിനേക്കാൾ ഗംഭീരമായി ഇന്ത്യയിലെ മുഴുവൻ ആശാ വർക്കർമാരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട് കൃത്യമായി വേതനം നൽകാനുള്ള തീരുമാനമെടുക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപി താങ്കൾ നയിക്കുന്ന ക്യാബിനറ്റിനാണ്. അത് ചെയ്യാൻ ധൈര്യമില്ല. ഇനി മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊന്നും കൃത്യമായി ചോദിക്കാൻ നമ്മുടെ മാധ്യമങ്ങളും തയ്യാറല്ല. മാധ്യമങ്ങളൊക്കെ സുരേഷ് ഗോപി പറയുന്ന ചില ഇംഗ്ലീഷുകളും ഈ പറയുന്ന പോലെ ഹിന്ദിയും അതുപോലെയുള്ള ചില അഭ്യാസ പ്രകടനങ്ങളും മറ്റേ ഡയലോഗ് ഡെലിവറിയിലെ വലിയ മറ്റേ സൗകുമാര്യവുമൊക്കെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. നിങ്ങൾക്കിതേക്കുറിച്ചുള്ള കണക്ക് പഠിച്ച് തുറന്ന് വർത്തമാനം പറഞ്ഞ് കൃത്യമായി സുരേഷ് ഗോപിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലേ? ആരോ ചോദിച്ചു കേട്ടോ, ഒരാളും ചോദിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഗവൺമെൻറ്റിനോട് പറയൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സർക്കാരല്ലേ എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇത്തരത്തിൽ ഇമ്മച്ചുവടായിട്ടുള്ള പെരുമാറ്റമാണ് ഈ മനുഷ്യരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് പിണറായി വിജയൻ താലത്തിൽ വെച്ചൊരു അവസരം സുരേഷ് ഗോപിക്ക് നൽകുന്നു. സുരേഷ് ഗോപിയെ സ്റ്റാറാക്കാൻ തീരുമാനിക്കുന്നു. അത് വഴി BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പ്രശ്നത്തിൽ ഒരിടപെടലും സുരേഷ് ഗോപി നടത്തിയിട്ടില്ല. അതിൻ്റെ ഒരു നേട്ടവും കേരളത്തിലോ ആശാ വർക്കർമാർക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.